everyone, welcome to Minu's Menu. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് ഇന്നൊരു ബട്ടർ ചിക്കൻ റെഡിയാക്കിയാലോ. അപ്പം ഈ ബട്ടർ ചിക്കൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് റെഡിയാക്കാൻ വളരെ ഈസിയാണ്. സിമ്പിളായിട്ടുള്ളൊരു ബട്ടർ ചിക്കൻ റെസിപ്പിയാണ്. നമ്മൾ നോർമലി റെസ്റ്റോറൻറ്റിൽ പോയി കഴിക്കുന്ന ആ ഒരു ബട്ടർ ചിക്കൻ്റെ ഒരു റെസിപ്പിയല്ല, അതിൽ നിന്ന് കുറച്ചുകൂടി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഈസി ആയിട്ടുള്ള ബട്ടർ ചിക്കൻ റെസിപ്പിയാണ്. അപ്പം ഇതെങ്ങനെയാണ് റെഡിയാക്കാൻ പോകുന്നതെന്നുള്ളത് നമുക്ക് നോക്കാം. അതിനായിട്ട് ചൂടായ ഈ പാത്രത്തിലേക്ക് ഒരു 1 മുതൽ 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സബോള ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ 4 സബോളയാണ് എടുത്തിരിക്കുന്നത്. അത് എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം. നീളത്തിലോ അല്ലെങ്കിൽ ഇതുപോലെ ക്യൂബ്സ് ആയിട്ടോ കട്ട് ചെയ്യാം. കാരണം നമ്മളിത് ചെറുതായിട്ടൊന്ന് ഇതൊരു പിങ്ക് കളറാകുന്നിടം വരെ നമ്മളിതൊന്ന് വഴറ്റിയെടുക്കാൻ പോവാണ്. അതുപോലെ തന്നെ ഇത് ഒത്തിരി ബ്രൗൺ കളറാകുന്നിടം വരെ ഒന്ന് വെയിറ്റ് ചെയ്യേണ്ട. ജസ്റ്റ് ഒരു കളർ ചേഞ്ചായി എല്ലാം ഒരു കുക്ക്ഡായെന്ന് തോന്നുന്ന സ്റ്റേജിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം നമ്മളിതൊന്ന് അരച്ചെടുക്കാൻ പോവാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മളിത് എങ്ങനെ ഇത് കട്ട് ചെയ്തെടുത്താലും കനം കൂട്ടിയോ ഒത്തിരി കനത്തിലല്ല, എന്നാലും ഒരു മീഡിയം കനത്തിൽ അങ്ങനെ നമ്മൾ കട്ട് ചെയ്തെടുത്താലും വലിയ കുഴപ്പമൊന്നുമില്ല. കാരണം നമുക്കിതൊന്ന് അരച്ചെടുക്കാൻ വേണ്ടി ഉള്ളതാണ്. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ സബോള എല്ലാം ആ ഒരു കറക്റ്റ് പരുവത്തിൽ ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. ഇനി നമുക്കിത് സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്യാം. അതിനുശേഷം മറ്റൊരു പാത്രത്തിലേക്ക് ചൂടാറാൻ വേണ്ടി മാറ്റി വയ്ക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ സബോള ഞാനിവിടെ ഒന്ന് സോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഒത്തിരി അങ്ങനെ ഗോൾഡൻ ബ്രൗൺ കളറൊന്നും ആകണ്ട, ജസ്റ്റ് ഒരു പിങ്ക് ഒരു കളറായി വരുമല്ലോ. അപ്പോൾ അതായത് നന്നായിട്ട് കുക്ക്ഡായി വരും, എന്നാലും ഒത്തിരി അങ്ങനെ ബ്രൗണിഷും ആകുന്നില്ല. ആ ഒരു സ്റ്റേജിലെത്തുമ്പം നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കാവുന്നതാണ്. ഇനി നമുക്കിത് ചെയ്യേണ്ടത് ഇതൊന്ന് ചൂടാറാൻ വേണ്ടി ഒന്ന് മാറ്റി വെക്കണം. ഇത് ചൂടാറിയതിന് ശേഷം ഈ ഒനിയനും അതുപോലെ തന്നെ ഞാനിവിടെ ഒരു 50 ഗ്രാം കാഷ്യൂ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു 10 to 15 മിനിറ്റ്സ് സോക്ക് ചെയ്ത് വെച്ചതാണ്. അതിനുശേഷം നമുക്ക് ഇത് ആറിയതിന് ശേഷം ഈ ഒനിയനും കാഷ്യൂവും കൂടെ നമുക്ക് നല്ലൊരു പേസ്റ്റായിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഇതൊന്ന് ചൂടാറുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ബട്ടർ ചിക്കന് ആവശ്യമായിട്ടുള്ള ചിക്കൻ എല്ലാം ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇനി മറ്റൊരു ചൂടായ പാനിലേക്ക് ഒരു 100 ഗ്രാമിനടുത്ത് ബട്ടർ നമുക്ക് ഇട്ട് കൊടുക്കാം. ബട്ടർ നന്നായിട്ടൊന്ന് മെൽറ്റായി വന്നതിന് ശേഷം അതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ചിക്കനും കൂടെ ചേർത്ത് കൊടുത്ത് അത് നന്നായിട്ടൊന്ന് ഈ ബട്ടറിലിട്ട് നമുക്കതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ബട്ടറിലിട്ട് നമ്മൾ കുക്ക് ചെയ്യുമ്പം എന്താ പറയുക, അതിൻ്റെ ചിക്കൻ ഇതിനകത്ത് തന്നെ കിടന്നിട്ട് അതിൻ്റെ വെള്ളമെല്ലാം തന്നെ വരും. വെള്ളം നമ്മളൊന്ന് പ്രത്യേകം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. ചിക്കൻ്റെ വെള്ളമെല്ലാം ഇതിലേക്ക് തന്നെ വന്ന് അതിൽ കിടന്നിട്ട് ഈ ബട്ടറിൽ കിടന്നിട്ടായിരിക്കും ചിക്കന് അത് വേകുന്നതും. അത് ചെറിയൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നിടം വരെ നമ്മൾ ഇതിലിട്ട് ഈ ചിക്കനൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനും പോവാണ്. അപ്പം നമുക്കിപ്പോൾ കാണാവുന്ന പോലെ ചിക്കന് ബട്ടർ കിടന്ന് ചിക്കനിൽ നിന്ന് തന്നെ വെള്ളമെല്ലാം വന്ന് അത് നന്നായിട്ട് തിളച്ചൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഇതിൽ തന്നെ ഇട്ട് നമുക്കത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ചെറിയൊരു ഗോൾഡൻ ബ്രൗൺ കളറിൽ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് വന്നിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ഒരു കറക്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത്. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് എടുക്കാവുന്നതാണ്. അപ്പോൾ മഞ്ഞൾപ്പൊടിയെല്ലാം നന്നായിട്ട് കോട്ടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ചിക്കനും കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി നമ്മുടെ ചിക്കനേൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് നന്നായിട്ടൊന്ന് കോട്ടായി വരുന്നിടം വരെ അതിൻ്റെ പച്ചപ്പൊക്കെ ഒന്ന് മാറി കോട്ടായി വരുന്നിടം വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്കൊരു 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ആ മുളക് പൊടിയുടെ ആ പച്ചപ്പൊന്ന് മാറുന്നിടം വരെ നമുക്ക് നന്നായിട്ടൊന്ന് ഇത് വഴറ്റിയെടുക്കാം. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഫ്ലെയിം ലോ ഫ്ലെയിമിലാക്കിയിട്ട് വേണം നമ്മൾ ഇതൊന്ന് വഴറ്റിയെടുക്കാൻ വേണ്ടി. ഇനി ഇതിലേക്ക് നമുക്ക് ഒരല്പം ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുത്താൽ മതിയാവും. ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് നമുക്ക് നന്നായിട്ട് ലോ ഫ്ലെയിമിലിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് നമുക്ക് ടൊമാറ്റോ പ്യൂരി
പ്യൂരി ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പം ഞാനിവിടെ 2 ടൊമാറ്റോയുടെ പ്യൂരിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അത് നമ്മൾ മിക്സിയിൽ അറിയാമല്ലോ, 2 ടൊമാറ്റോ അത് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്താലും മതി. അതാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് 1.5 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. അതിന് ശേഷം ഒരു മൂടി കൊണ്ട് മൂടി വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഒരു 5 മുതൽ ഒരു 10 മിനിറ്റ് വരെ നമുക്കിതൊന്ന് വെച്ച് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇപ്പോൾ ഏകദേശം 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ ഇവിടെ നന്നായിട്ടൊന്ന് കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ ഒന്നുകൂടി ഒന്ന് സോഫ്റ്റ് ആകാൻ വേണ്ടിയാണ് നമ്മൾ വെള്ളം ഒഴിച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇനി മൂടി ഒന്ന് മാറ്റി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി ഈ ചിക്കൻ മിക്സിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് മാറ്റി വെച്ച സബോള കാഷ്യൂ പേസ്റ്റും കൂടെ നമുക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. സബോളയും കാഷ്യൂ നമ്മൾ അരച്ചെടുക്കുമ്പം മിക്സിയിലിട്ട് അരയ്ക്കുമ്പം വേണമെങ്കിൽ നമുക്ക് കുറച്ച് ഒന്ന് അരയാൻ ആവശ്യത്തിന് കുറച്ച് വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുത്താലും മതിയാകും. വെള്ളം കൂടെ ആഡ് ചെയ്ത് നല്ല പേസ്റ്റായിട്ടൊന്ന് അരച്ചെടുക്കുക. അത് നമുക്ക് ഈ ചിക്കനിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ്റെ കളർ ഇപ്പം ആ ഒരു റെഡ് കളറൊക്കെ ഒന്ന് മാറി നല്ലൊരു ആ ബട്ടർ ചിക്കൻ്റെ ആ ഒരു നല്ലൊരു ഓറഞ്ച് കളറിലോട്ടൊക്കെ ഒന്നായി വന്നിട്ടുണ്ട്. ഇനിയൊന്ന് മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ കാഷ്യൂവും ഒനിയൻ പേസ്റ്റും ചിക്കനും എല്ലാം നന്നായിട്ട് മിക്സായി റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം അതൊന്നുകൂടെ നന്നായിട്ടൊന്ന് എല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ച് മിക്സ് ചെയ്ത് എടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് നമുക്ക് നല്ല ഫ്രഷ് ആയിട്ട് അരിഞ്ഞു വെച്ച മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിൻ്റെ കൂടെ നമുക്ക് കസ്തൂരി മേത്തിയും കൂടെ ഇതിലോട്ട് ഈ സ്റ്റേജിലൊന്ന് ആഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. പക്ഷേ എൻ്റെ കയ്യിൽ ഇപ്പോൾ കസ്തൂരി മേത്തി ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ അത് ആഡ് ചെയ്ത് കൊടുക്കാത്തത്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഫ്രഷ് ക്രീം ആഡ് ചെയ്ത് കൊടുക്കാം. ഫ്രഷ് ക്രീം ഒരു ടേബിൾ സ്പൂണോളം ഫ്രഷ് ക്രീം ആഡ് ചെയ്ത് കൊടുത്താലും മതിയായിരിക്കും. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാവുന്നതാണ്. ഫ്രഷ് ക്രീം ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഓപ്ഷണലാണ്, വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുത്താലും മതി. പക്ഷേ അതുകൂടെ ആഡ് ചെയ്ത് കൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ ബട്ടർ ചിക്കൻ നല്ല റിച്ച് ആൻഡ് ടേസ്റ്റി ആയിട്ട് പ്രിപ്പയർ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ നല്ല അടിപൊളി ബട്ടർ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും കണ്ടല്ലോ എത്ര ഈസി ആയിട്ടാണ് നമ്മൾ ഈ ബട്ടർ ചിക്കൻ റെഡിയാക്കി എടുത്തതെന്ന്. ഈസിയാണ്, അതുപോലെ നല്ല ടേസ്റ്റിയും റിച്ചും ആയിട്ടുള്ള ഒരു ബട്ടർ ചിക്കൻ റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കാം. ഇത് നമുക്ക് ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ടയുടെ കൂടെയും നാനിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല അടിപൊളി കോമ്പിനേഷനാണ്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്സും സജഷൻസും ഒക്കെ താഴെയുള്ള കമൻറ്റ്സിൽ എഴുതി എന്നെ അറിയിക്കാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്. Please do like, share and subscribe to my channel to see more delicious recipes from Meenu's menu.